രാജ്യത്തെ ബി.ജെ.പി വൃത്തങ്ങളിൽ നിന്ന് വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യം കളിയാക്കൽ രൂപത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിട്ടുണ്ട്. താങ്കൾ താൽക്കാലിക ടെമ്പററി രാഷ്ട്രീയക്കാരനാണോ? എവിടെയാണ് താങ്കളെന്ന്? പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വിദേശത്തായതുകൊണ്ട് പ്രയാഗ്രാജിലും പാറ്റ്നയിലുമുള്ള ബീഹാറിലും പ്രയാഗ്രാജിലും ഉത്തർപ്രദേശിലും ബീഹാറിലുമുള്ള ചില വിദ്യാർത്ഥികളുടെ പരിപാടികൾ മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ അതുമായി കൂട്ടിവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ജർമ്മനിയിലാണെന്നും മലേഷ്യയിലാണെന്നും വിവിധ രാജ്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായി സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് രാജ്യത്താണ്, എന്താണ് പർപ്പസ് എന്ന കാര്യങ്ങളൊന്നും കോൺഗ്രസ് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുമില്ല. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോകാറുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നരേന്ദ്രമോദി ലോകം മുഴുക്കുള്ള രാജ്യങ്ങളിൽ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവിന് രാജ്യങ്ങളിൽ പോകണ്ടെന്നോ, പക്ഷേ സുഖവാസ കേന്ദ്രത്തിനല്ല പോകുന്നത്, പോയി അവിടെ സുഖിക്കുകയല്ല ചെയ്യുന്നത്. പല സമ്മേളനങ്ങൾക്കും നേരത്തെ പ്രീ ഓക്കുപ്പൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുമായിരിക്കും പോകുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ വലിയ ഒരു മൗനം രാജ്യത്ത് വലിയ തോതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അഖിലേഷ് യാദവാണ് ഇനി ശബ്ദം തുറക്കേണ്ട മറ്റൊരു പ്രധാന നേതാവ്. അഖിലേഷ് യാദവും ഒരു ശക്തനായി നിൽക്കുന്നില്ല. പിന്നെ മമതാ ബാനർജി പിണങ്ങി നിൽക്കുന്നു, ശരത് പവാർ പിണങ്ങി നിൽക്കുന്നു, അരവിന്ദ് കെജ്രിവാൾ പിണങ്ങി നിൽക്കുന്നു. അപ്പോൾ ആരാണ് ഇന്ത്യ സഖ്യത്തെ, INDA മുന്നണിയെ, NDA മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ പ്രസക്തമായ ചോദ്യത്തിൽ താൽക്കാലിക പ്രതിപക്ഷ നേതാവാണോ എന്ന് BJPയുടെ ചോദ്യത്തിന് ഒരു പ്രസക്തമുണ്ട്. അത് തീർച്ചയായിട്ടും അദ്ദേഹം ഏത് രാജ്യത്താണെന്നുള്ളത് ചെറിയ പ്രശ്നമുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലും ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയിലും അദ്ദേഹം പങ്കെടുക്കേണ്ടിയിരുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ 2 എണ്ണം മാറ്റിവെച്ചിട്ടുണ്ട്. അദ്ദേഹം ഔദ്യോഗികമായി എവിടെയാണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും പത്രങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലാണോ വിദേശത്താണോ, പക്ഷേ എന്നാലും വിദേശത്താണ് എന്നാണ് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ പറയുന്നത്. വളരെ വിശദമായി എന്തായാലും രാഹുൽ ഗാന്ധി വിദേശയാത്രയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ആവശ്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദ രാഷ്ട്രീയവും അതുപോലെ പോരാട്ടവും നടത്തേണ്ട സമയത്ത് രാജ്യത്ത് ആവശ്യമുണ്ട്. കാരണം രാജ്യത്ത് സെൻസസ് നടക്കുന്നു. അതുമായി ബന്ധപ്പെടുത്തി നിരവധി പ്രതിസന്ധികൾ രാജ്യത്ത് കേൾക്കുന്നുണ്ട്, വാർത്തകളുണ്ട്. അതുപോലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ CEO ആവാനുള്ള പോസ്റ്റൊക്കെ ഗവൺമെൻറ് അഡ്വർട്ടൈസ് ചെയ്തിരിക്കുകയാണ്. അത് 18-ാം തീയതി വരെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഏത് രാജ്യത്താണെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഉണ്ട്. ജർമ്മനിയിലാണെന്നും മലേഷ്യയിലാണെന്നൊക്കെ പറയുന്നു. എന്തായാലും അത് വാർത്തകളും സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ് രാജ്യത്ത് ഇപ്പോൾ ആവശ്യമുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ പങ്കെടുക്കുന്നതും പോകുന്നതും ഒന്ന് കുറച്ച് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ അലയൻസ് റെഡിയാക്കിയെടുക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാണുള്ളത്. CPM കേരളത്തിലെ ഭരണം പോയതോടുകൂടി CPM പിണറായി വിജയനുമൊക്കെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തെറ്റി നിൽക്കുകയാണ്. ബംഗാളിൽ ഭരണം പോയതോടുകൂടി മമതാ ബാനർജി തെറ്റി നിൽക്കുന്നു. തമിഴ്നാട്ടിൽ ഭരണം പോയതോടുകൂടി സ്റ്റാലിൻ കോൺഗ്രസ് വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് സ്റ്റാലിൻ വേറെ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നു. മഹാരാഷ്ട്രയിൽ പിന്നെ ശരത് പവാർ BJP ക്യാമ്പിലേക്ക് പോകണോ, കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോകണോ, കോൺഗ്രസ് ലയിക്കണോ എന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷനിലാണ് ശരത് പവാർ നിൽക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ വലിയ മൗനത്തിലാണ്. അപ്പോൾ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് കോൺഗ്രസിനുള്ളത്. ഈ BJPയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സുകാരും. വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി രാജ്യത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാജ്യത്ത് വന്ന് ഈ രാജ്യത്തെ വളരെ കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.